അപ്പാ ഞാൻ നിന്നെ കേൾക്കേണം, അപ്പാ നിൻ വീട്ടിൽ പാർക്കേണം, അപ്പാ നിന്നൊപ്പം നടക്കേണം, അപ്പാ ഞാൻ നിന്നെ കാണേണം, അപ്പാ ഞാൻ നിന്നെ കേൾക്കേണം, അപ്പാ നിൻ വീട്ടിൽ പാർക്കേണം, അപ്പാ നിന്നൊപ്പം നടക്കേണം, അപ്പാ 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 മിറക്കിൾ സൺഡേ അഞ്ചലിലും പാറശാലയിലും ജൂലൈ 21 രാവിലെ 8:30 മുതൽ ജീസസ് വേൾഡ് വർഷിപ്പ് സെന്റർ അഞ്ചൽ, വൈകുന്നേരം 4:30 മുതൽ ഷീല കല്യാണ മണ്ഡപം പാറശാല. TV പ്രേക്ഷക സംഗമം കട്ടപ്പനയിൽ ജൂലൈ 24 രാവിലെ 10:30 മുതൽ, സ്ഥലം കട്ടപ്പന മുനിസിപ്പൽ ടൗൺ ഹാൾ, ഐശ്വര്യ തിയേറ്ററിന് സമീപം. TV പ്രേക്ഷക സംഗമം തൃശൂരിൽ ജൂലൈ 25 രാവിലെ 10:30 മുതൽ, സ്ഥലം ടൗൺ ഹാൾ തൃശൂർ. മിറക്കിൾ സൺഡേ തിരുവനന്തപുരത്ത് ജൂലൈ 28 രാവിലെ 11 മണി മുതൽ, സ്ഥലം AJ ഹാൾ കുമാരപുരം. കർത്താവിൻ്റെ വന്യനാമം മഹത്വപ്പെടുമാറാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ട ഈ നല്ല ദിവസത്തിനായി നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. ക്രിസ്തീയ ജീവിതത്തിൻ്റെ ആദ്യ പടിയെന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയാമോ? യഥാർത്ഥത്തിൽ ഒരു കുഞ്ഞ് പിച്ചുവെച്ച് നടക്കുന്നത് പോലെ ദൈവശബ്ദം കേട്ട് മുൻപോട്ട് പോകുന്നതാണ് ക്രിസ്തീയ ജീവിതത്തിൻ്റെ ആദ്യ പടിയെന്ന്. കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളിൽ നാം കർത്താവിൻ്റെ ശബ്ദം കേട്ട് അതനുസരിച്ച് മുൻപോട്ട് പോകുന്നതാണ് ക്രിസ്തീയ ലൈഫിൻ്റെ തുടക്കം എന്ന് പറയുന്നത്. ദൈവജനം പറയുക, നടക്കേണ്ടുന്ന വഴി അവൻ നമ്മെ കാണിച്ചു തരും, അഭ്യസിപ്പിക്കേണ്ട രീതിയിൽ പോകേണ്ട വഴിയിൽ അവൻ നമ്മെ അഭ്യസിപ്പിക്കും. ഇത് ദൈവം നമ്മളെ കൂടെ ഇരുന്ന് ചിലത് ട്രെയിൻ ചെയ്യുകയും എങ്ങോട്ടാണ് തിരിയേണ്ടതെന്ന് നമ്മളെ ഡയറക്റ്റ് ചെയ്യുകയും ചെയ്യുന്ന അനുഭവമാണ്. നിങ്ങൾ കർത്താവിനോടൊപ്പം ആയിരിക്കുന്നതാണ് യഥാർത്ഥത്തിൽ ക്രിസ്തീയ ജീവിതം എന്ന് പറയുന്നത്. ഇങ്ങനെ ജീവിക്കുന്നതാണ് യഥാർത്ഥത്തിൽ ആത്മീയ അനുഭവം എന്ന് പറയുന്നത്. കർത്താവ് നിങ്ങളെ അതിനായി സഹായിക്കട്ടെ. ഇന്നത്തെ മെസ്സേജിലൂടെ ദൈവത്തിൻ്റെ ശബ്ദം നിങ്ങളെ നടത്തുന്നത് നിങ്ങൾക്ക് മനസ്സിലാക്കട്ടെ. നമുക്ക് മെസ്സേജിലേക്ക് പോകാം. യേശു കർത്താവ് പറഞ്ഞു, ഞാനാണ് ആടുകളുടെ ഇടയൻ. ഞാനാണ് ആടുകളുടെ വാതിലൂടെ കടക്കുന്നവന് വാതിൽ തുറന്നു കൊടുക്കുന്നു. ആടുകൾ അവന്റെ ശബ്ദം കേൾക്കുന്നു, അവൻ അവയ്ക്ക് മുമ്പായി പോകുന്നു. നിങ്ങൾ ആ വാചകം ഒന്ന് വായിക്കാൻ. തനിക്കുള്ളതൊക്കെയും പുറത്തു കൊണ്ടുപോയതിന് ശേഷം അവൻ അവർക്ക് മുമ്പേ നടക്കുന്നു. നിങ്ങൾ 5-6 പേരൊന്ന് വരാവും. ഒരാൾ വാതിലായേ, നിങ്ങളിന്ന് വാതിലായേ. നിങ്ങൾ 5-6 പേര് അവിടെ നിന്നേ. ഒരു 2 പേരും കൂടെ വന്നേ. കുറച്ചും കൂടെ മുന്നോട്ടോ. ഒന്ന് ശ്രദ്ധിച്ച് കേൾക്കണേ. ഞാനാണ് ഇടയൻ, ഇത് വാതിൽ. ഞാൻ ഇവരെ എന്ത് ചെയ്യുവോ? തൊഴുത്തിനകത്തേക്ക് കൊണ്ടുവരുവോ? ആരെയാ? ഇവരെ കൊണ്ടുവരുവോ? ഇവരെന്റെ ശബ്ദം കേട്ട് ഇവരെന്നെ അനുഗമിക്കാൻ തുടങ്ങുവോ? എനിക്ക് ഇഷ്ടമുള്ള സ്ഥലത്തേക്ക് ഇവരെ കൊണ്ടു നടക്കാവാ. ഞാനാണ് ഇവരെ നടത്തുന്നത്. കമോൺ, കൈ അടിച്ചൊരു നല്ല ആമേൻ പറ. ഞാൻ ഇഷ്ടമുള്ള സ്ഥലത്തേക്ക് ഇവരെ കൊണ്ടുപോകുവോ? ശ്രദ്ധിക്കൂ, that is the beginning of the Christianity. ദൈവശബ്ദം കേക്ക് തുടർന്നതാണ് ആദ്യത്തെ ക്രിസ്തീയ ജീവിതം. അവിടെ ആ ക്രിസ്തീയ ജീവിതം ആരംഭിക്കുന്നേ. നിങ്ങളെന്താ കൈയടിക്കാതെ ആമേൻ പറയാതെ? മനസ്സിലാകുന്നോ? ഒരു നല്ല ആമേൻ പറ. ആദ്യത്തെ ലെവൽ എന്ന് പറഞ്ഞാൽ എന്തുവോ? കൈ വെച്ചോടോ മോനെ. ആദ്യത്തെ ലെവൽ എന്ന് പറഞ്ഞാൽ എന്തുവോ?
കണ്ടോ, ഇടയൻ അവരെ നടത്തുന്ന നിലവാരമാണ്. ഞാൻ അടുത്തൊരു നിലവാരം കൂടെ പറയട്ടെ. നിങ്ങൾ ആരെങ്കിലും എൻ്റെ കൂടെ ഉണ്ടോ? ആർക്കെങ്കിലും വേണമെങ്കിൽ ചാടി പിടിച്ചോണേ. ഒരു നല്ല ഹല്ലേലൂയ പറഞ്ഞായിട്ട്. യേശു കർത്താവ് അതിൽ നിന്ന് നേരെ 10:9 വന്നു. 10:9 യേശു പറഞ്ഞു, ഞാൻ വാതിലാകുന്നു, എന്നിലൂടെ കടക്കുന്നവൻ രക്ഷപ്പെടും. ശ്രദ്ധിച്ചോണേ. അടുത്ത വാചകം, യേശു അവിടെ ഇല്ല, അവൻ അകത്തു വരും, അവൻ പുറത്തു പോകും. മനസ്സിലായോ പറഞ്ഞേ? ആദ്യം യേശു അവരെ അകത്ത് കൊണ്ടുപോയി, അവരെ പുറത്തു കൊണ്ടുപോയി. ഇപ്പൊ അതല്ല കർത്താവ് പറഞ്ഞേ, അവൻ അകത്ത് വരും, അവൻ പുറത്തു പോകുമെന്ന. അതേത് നിലവാര? അതാ ഏലിയാവ് പറഞ്ഞത്, ഞാൻ പറഞ്ഞിട്ടല്ലാതെ മഴയും കാറ്റും ഇനി ഉണ്ടാകത്തില്ല. അതേതാ? യേശുവും അവനും ഒന്നാണ്. ഞാൻ പറയുന്നത് നടക്കൂ. ഞങ്ങൾ രണ്ടല്ല, ഒന്നാണ്. ചിലരതിലേക്ക് കയറുക. ശമൂവേൽ പറഞ്ഞ ഒരു വാക്കുപോലും തെറ്റിപ്പോയില്ലെന്ന് എന്ന് പറഞ്ഞാൽ അവനും ദൈവം ഒന്നാ എന്ന് പറഞ്ഞാൽ അവന്റെ മനസ്സും ദൈവത്തിന്റെ മനസ്സും ഒന്നാണ്. പത്രോസ് പറയുവാ, എന്നോടും പരിശുദ്ധാത്മാവിനോടും കള്ളം പറയാൻ നിന്നോട് ആരാ പറഞ്ഞെന്ന്. പൗലോസ് പറയുവാ, കുറച്ചു നേരത്തേക്ക് നീ കണ്ണില്ലാത്തവനായി നടക്കുന്ന. ആരെങ്കിലും പറഞ്ഞിട്ടാണോ ചെയ്യുന്നേ? പൗലോസ് പറയല്ല, എന്റെ ഇഷ്ടമാണ് കർത്താവിന്റെ ഇഷ്ടം, കർത്താവിന്റെ ഇഷ്ടമാണ് എന്റെ ഇഷ്ടം. ഞാൻ ചെയ്യുന്നതാണ് കർത്താവ് ചെയ്യുന്നത്, കർത്താവ് ചെയ്യുന്നതാണ് ഞാൻ ചെയ്യുന്നത്. ഞങ്ങൾ അങ്ങനെയാണ്. സഭയോടൊരു ദൂത് പറയട്ടെ, നിങ്ങളിൽ ചിലരെ ദൈവമായി നടക്കുകയല്ല, ദൈവത്തിന്റെ വാക്കുകൾ സംസാരിക്കാൻ പോവാ. ചേർന്ന് കൈയടിച്ചൊരു ആമേൻ പറ. വേർപിരിക്കാൻ കഴിയാത്ത ശബ്ദമായി നിങ്ങൾ മാറാൻ പോവാ. നിങ്ങളൊരു ശബ്ദം പറഞ്ഞാൽ അതിൽ നിന്ന് നിങ്ങളെയും കർത്താവിനെയും വേർതിരിക്കാൻ പറ്റത്തില്ല. ഞാൻ പറഞ്ഞിട്ടല്ലാതെ ഇനി മഴ പെയ്യത്തില്ല. Come on, hallelujah, hallelujah. Shira la ya tarakaba. ഞാൻ മിനിഞ്ഞാന്ന് ദുബായിലായിരുന്നു. വ്യാഴാഴ്ച ദുബായ് ഗവൺമെന്റ് മഴ, അതികഠിനമായ മഴ പ്രഖ്യാപിച്ചു. ചർച്ചിലെ ആളുകൾ വിളിച്ചു ചോദിച്ചു, സന്നാഹങ്ങൾ ലീവ് കൊടുത്തിരിക്കുക ഗവൺമെന്റ്. ഞാനും സോളിയും കൂടെ രാവിലെ എന്നിട്ട് ഫോണിൽ കൈ കൊടുത്തിട്ട് പറഞ്ഞു, കർത്താവ് മീറ്റിംഗ് കഴിഞ്ഞിട്ട് മഴ പെയ്യാവൂ. മീറ്റിംഗ് കഴിഞ്ഞിട്ടേ മഴ പെയ്തുള്ളൂ. നേരം വെളുത്തിട്ട് ഞാൻ അങ്ങ് എയർപോർട്ടിൽ വന്നിട്ടേ വെള്ളം പൊങ്ങാവൂ. എയർപോർട്ടിൽ വന്നതിന് ശേഷം വെള്ളം പൊങ്ങി. 10 മണിക്ക് ശേഷം വീട്ടിൽ നിന്ന് ഇറങ്ങിയവരൊന്നും എയർപോർട്ടിൽ വന്നില്ല, കാരണം വെള്ളം പൊങ്ങി. സീരിയസ്ലി. അപ്പൊ ഞാൻ ചിന്തിക്കുകയായിരുന്നു, എയർപോർട്ടിൽ പോയിട്ടേ വെള്ളം പൊങ്ങാവൂന്ന് പറയാതെ ഞാൻ എയർപോർട്ടിൽ ചെന്നിട്ടേ മഴ പെയ്യാവൂന്ന് പറഞ്ഞാൽ മതിയായിരുന്നു. നിങ്ങൾ ആരും ഇല്ല എൻ്റെ കൂടെ, ഒരു ഹല്ലേലൂയ പറയാനില്ല. നീ പറയുന്നത് ദൈവം പറയുന്നതിന് തുല്യമാകുന്ന കൂടെ ഉണ്ടെങ്കിൽ കൈ അടിച്ചൊരു ആമേൻ പറ. ചിലര് ഈ മാസങ്ങളിൽ അടുത്തൊരു നിലവാരത്തിലേക്ക് ദൈവം ഉയർത്തുകയാ. നിങ്ങൾ അറിയേണ്ടത്, ഒരിക്കൽ ദൈവത്താൽ നയിക്കപ്പെടുന്ന ഒരാൾക്ക് അടുത്ത ആ നിലവാരത്തിലേക്ക് വരാനായി കഴിയത്തുള്ളൂ. ഞാൻ എപ്പോഴെങ്കിലും ആഴത്തിൽ ഇത് പഠിപ്പിക്കാം. ഇപ്പൊ എനിക്ക് കഴിയത്തില്ല, കാരണം ഇപ്പോഴത്തെ നിലവാരം എന്റെ പുറകെ അനുഗമിക്കുന്ന ഒരു നിലവാരമോ. യേശു പറയുന്നതിന്റെ പുറകെ യേശുവിന്റെ ശബ്ദം കേൾക്കാൻ തുടങ്ങുന്ന അനുഭവത്തില ഇപ്പൊ സഭ നിൽക്കുന്നേ. നിങ്ങൾ എത്ര പേര് സ്വപ്നം കാണുന്നവരുണ്ട്? നിങ്ങൾ നോക്കിയ ദർശനം കാണുന്ന എത്ര പേരുണ്ട്? എന്ന് പറഞ്ഞ ഒരു കൂട്ടം ആളുകളെ ദൈവത്താൽ നയിക്കപ്പെടാൻ തുടങ്ങുക. ഞാനിന്ന് 34ാമത്തെ ദിവസമോ ഫാസ്റ്റിംഗ് ആയിട്ട്.
ഞാൻ കർത്താവിനോട് പറഞ്ഞടാ, ഇത് സഭയിൽ വരുന്നത് വരെ ഉപവസിക്കാനാ. എനിക്ക് സന്തോഷമായി എന്ന് ഞാൻ വിശ്വസിക്കുന്നത്. കാരണം സഭയിൽ എല്ലാവരും വെളിപ്പാടുകൾ കാണാൻ തുടങ്ങി. 10 പേരല്ല കേട്ടോ. ദാറ്റ് ഇസ് ഗ്രേറ്റ്. എന്നോട് കർത്താവ് പറഞ്ഞത്, നീ ഫാസ്റ്റിംഗ് കഴിയേക്കാൾ മുമ്പ്, നെക്സ്റ്റ് സൺഡേക്ക് മുമ്പ് അസാധാരണമായി എന്തൊക്കെയോ സംഭവിക്കും ഇതിനകത്ത്. നിങ്ങൾ അടുത്തൊരു ലെവലിലേക്ക് കർത്താവ് ഇറങ്ങി വന്ന് നിങ്ങളെ കൈ പിടിച്ച് കയറ്റാൻ തുടങ്ങും. അതുകൊണ്ട് നമുക്ക് വിശുദ്ധരായ സകലരും, അടുത്തിരിക്കുന്ന ആളോട് പറഞ്ഞ ദൈവമക്കളായ സകലരും, വിശുദ്ധനായ സകലരും ദൈവത്താൽ നയിക്കപ്പെട്ടവരായിരുന്നു. ഇന്ന് നമ്മൾ ദൈവത്താലല്ല നയിക്കപ്പെടുന്ന, പാസ്റ്റർമാരല്ല നയിക്കപ്പെടുന്നേ. യെശയ്യാവ് പറയുന്നു കേട്ടോ, 48:17, ഇസ്രായേലിന്റെ പരിശുദ്ധനും തന്റെ വീണ്ടെടുപ്പുകാരനുമായ യഹോവ അരുളി ചെയ്യുന്നു, ശുഭകരമായി പ്രവർത്തിപ്പാൻ ഞാൻ നിന്നെ അഭ്യസിപ്പിക്കുകയും നീ പോകേണ്ടുന്ന വഴിയിൽ തന്നെ നിന്നെ നടത്തുകയും ചെയ്യുന്ന ദൈവമായ യഹോവ ഞാനാകുന്നു. ഞാൻ ഇനി ഇംഗ്ലീഷ് വേർഷൻ ഒന്ന് വായിക്കട്ടെ. ആർക്കെങ്കിലും വേണമെങ്കിൽ ആ ദൂത് എടുക്കാം കേട്ടോ. This is what the Lord, your Redeemer, the Holy One of Israel says. അടുത്ത വാക്ക്, I am the Lord your God. അടുത്ത വാക്കൊന്ന് ശ്രദ്ധിച്ചു കേൾക്കൂ. Who teaches you to profit, benefit. God is going to teach you profit. Benefit. God teach you എന്ന് എഴുതിയിരിക്കുന്ന, അവിടെ എഴുതിയിരിക്കുന്ന എന്നാണെന്നറിയോ? ട്രെയിൻ യു എന്നാണ്, അഭ്യസിപ്പിക്കുമെന്ന്. സ്പിരിച്വലി നിങ്ങളെ പ്രോഫിറ്റ്ഫുള്ളായി ദൈവം നിങ്ങളെ അഭ്യസിപ്പിക്കാൻ പോകുകയാണെന്ന്. നിങ്ങളുടെ കയ്യടി കെട്ടിയിട്ട് ഞാൻ പ്രസംഗിക്കണോ വേണ്ടെന്ന് എനിക്കൊരു സംശയത്തിലാണ് ഞാൻ ഇരിക്കുന്നത്. ഒരു നല്ല ഹല്ലേലൂയ പറഞ്ഞ്. ചിലരെ ആത്മീയമായ അടുത്തൊരു നിലവാരത്തിൽ ദൈവം കൊണ്ടുവരാൻ പോകുന്നു. ദൈവം നിങ്ങളെ പ്രോഫിറ്റബിൾ ആക്കുവാൻ പോകുകയാണ്, ലാഭകരമാക്കുവാൻ പോകുന്നു. ഞാൻ അതിനകത്ത് കുറച്ച് ഭൗതിക ദൂത് പറയരുത്, ഭൗതിക ദൂതല്ല, ആത്മീയ ദൂത്. എങ്കിലും 2 ഭൗതികമായി പറഞ്ഞോട്ടെ. നിങ്ങളിൽ ചിലർക്ക് പുതിയ ലാഭകരമായ ബിസിനസ്സുകൾ ഉണ്ടാകാൻ പോകുന്നു. നിങ്ങളുടെ ബിസിനസ് ലോസ് ആയി കിടക്കുന്നിടത്ത് അതിശക്തമായ ഒരു ഗ്രാഫ് ഉണ്ടാകാൻ പോകുന്നു. എവിടെയാണോ ഇടിഞ്ഞു കിടന്നത് അവിടെ ഉയർന്നു വരാൻ പോകുന്നു. പ്രോഫിറ്റ് ഉണ്ടാകും, ബെനിഫിറ്റുകൾ ഉണ്ടാകും. ഞാൻ ആത്മീയമായി നിൽക്കുന്നവരോട് പറയട്ടെ, നിങ്ങളുടെ ബെനിഫിറ്റുകൾ വർദ്ധിക്കാൻ പോവാ. നീ ചിന്തിക്കാത്ത വഴിയിൽ നിന്ന് നിനക്ക് ബെനിഫിറ്റ് ഉണ്ടാകും. നിങ്ങൾ ചിന്തിക്കാത്ത വഴിയിൽ നിങ്ങൾക്ക് ബെനിഫിറ്റുകൾ ഉണ്ടാകും. ചന്ദ്രൻ ബ്രദർ, ഇതുവരെ ഇല്ലാത്ത ചില ബെനിഫിറ്റുകൾ വരാൻ പോവാ. നീ ദൈവത്തിന് വേണ്ടി നിന്നാൽ നീ ബെനിഫിറ്റിന് വേണ്ടി നിൽക്കണ്ട. ലിസൺ ടു ഹിം. അവൻ അഭ്യസിക്കുന്ന വഴിയിൽ പോയാൽ ബെനിഫിറ്റുകൾ നിന്റെ കൂടെ വരുമെന്നോ. ഞാനത് റിലീസ് ചെയ്ത് പ്രാർത്ഥിക്കട്ടെ. നിങ്ങൾ എത്ര പേര് വിചാരിക്കുന്നുണ്ട് ഇന്നു മുതൽ ഞാൻ പ്രോഫിറ്റിലേക്ക് കടക്കുമെന്ന്? നിങ്ങൾക്ക് ടാർഗറ്റ് ഉണ്ടോ ഇല്ലയോ എന്ന് എനിക്ക് അറിയത്തില്ല, നിങ്ങൾക്ക് പ്ലാൻ ഉണ്ടോ ഇല്ലയോ എന്ന് എനിക്ക് അറിയത്തില്ല. പക്ഷേ ഗ്യാരണ്ടീഡ് ആയിട്ട് പറയുക, നിങ്ങളിൽ ചിലര് പ്രോഫിറ്റിലേക്ക് കയറാൻ പോവാ, ചിലര് ബെനിഫിറ്റുകൾ അനുഭവിക്കാൻ പോവാ. ഞാൻ ഒരിക്കലും ഈ കയ്യിൽ ഈ ബ്രേസ്ലെറ്റ് ഇടുമെന്ന് വിചാരിച്ചല്ല. നമ്മുടെ ജാക്കുലിൻ സിസ്റ്റർ മേടിച്ചു തന്ന ഒരു നല്ല ആമേൻ പറയാം, ഒരു നല്ല ഹല്ലേലൂയ പറ. There is also benefit. ഇത് ചുമ്മാ വരുവോ? ആമേൻ. ഞാൻ ചെയ്തത് കർത്താവിനെ പ്രസംഗിക്കുക, പക്ഷെ പുറകെ വന്നത് ബെനിഫിറ്റുകളാണ്. നിങ്ങളെന്താ ആമേൻ പറയാത്തെ? ദൈവം നിന്നെ ബെനിഫിറ്റ്ഫുൾ ആക്കുമെന്ന്. അതുകൊണ്ട് ഇതിനു വേണ്ടി ശുശ്രൂഷിക്കണ്ട, നീ ശുശ്രൂഷിച്ചാൽ മതി, ബെനിഫിറ്റ് വന്നോളും. പേടിച്ച് തന്നിട്ട് ഒരു ദിവസം ഇടായിരിക്കുന്ന മോശമല്ലേ?
നിങ്ങളൊരു ആമേൻ പറയാത്തത് എന്താ? നിങ്ങൾ അടുത്ത വാചകം കൂടെ ശ്രദ്ധിക്കോ. അടുത്ത, അയ്യോ നീ എൻ്റെ കൽപ്പനകളെ അനുസരിച്ച് നിങ്ങൾ കൊള്ളാൻ വരുന്നു, നിന്റെ സമാധാനം നദി പോലെ ഒഴുകും. ഞാൻ ഇംഗ്ലീഷ് വേർഷൻ വായിക്കും, നിന്നുകൊണ്ടെന്ന് കേട്ടെ. Then that you had paid attention to my commandments. എൻ്റെ കമാൻഡ്സിന് നിങ്ങൾ അറ്റൻഷൻ കൊടുത്ത. സത്യത്തിൽ കമാൻഡ് എന്ന് എഴുതിയിരിക്കുന്ന വാചകത്തിന് അവൻ്റെ ശബ്ദം എന്ന് എഴുതിയിരിക്കുന്നത്. അടുത്തിരിക്കുന്ന ആളോട് കൈ കൊടുത്ത് പറഞ്ഞ അവന്റെ ശബ്ദത്തിന് നീ അറ്റൻഷൻ കൊടുത്താൽ. ബ്രദറെ കുറേ ദിവസമായിട്ട് സ്വപ്നമാണ് ദർശനമാണ്. നിന്നെ സ്വപ്നവും ദർശനവും പഠിപ്പിച്ചതിന്റെ ഉദ്ദേശം അവന്റെ ശബ്ദം കേൾക്കാൻ പഠിപ്പിക്കുവോ, അവന്റെ ഭാഷ പഠിപ്പിക്കുവോ? എന്തിനാ അവന്റെ ഭാഷ പഠിപ്പിക്കുന്നത്? നെക്സ്റ്റ് വേർഡ് ശ്രദ്ധിക്കൂ. യുവർ പീസ് ആൻഡ് പ്രോസ്പെരിറ്റി വുഡ് ഹാവ് ബീൻ ലൈക്ക് എ റിവർ. നദി പോലെ സമാധാനം ഒഴുകുമെന്ന്. അവിടെ ഉപയോഗിച്ചിരിക്കുന്ന വേർഡ് ഷാലോം. ഷാലോം എന്നാണ്. ഷാലോം എന്നൊരു വേർഡ് ഉപയോഗിച്ചെങ്കിൽ പീസ് എന്ന് മാത്രം പറയാം. ഷാലോം എന്ന് പറഞ്ഞാൽ 5 അർത്ഥമാണ്. ഒന്ന് പറഞ്ഞ സമാധാനം ഒഴുകാൻ തുടങ്ങും, 2 സമൃദ്ധി ഒഴുകാൻ തുടങ്ങും. അതെങ്ങനെ ഒഴുകാൻ തുടങ്ങും? നദി പോലെ ഒഴുകാൻ തുടങ്ങും. ഞാൻ നിങ്ങളോടൊരു ദൂത് പറയുവാ. ഈ മാർച്ച് ഏപ്രിൽ ഇയർ എൻഡിങ് സീസണാ, ഇയർ എൻഡിങ് ടൈമാ. പക്ഷേ നിങ്ങളോടുള്ള ദൂത്, നിങ്ങളുടെ വീട്ടിൽ സമാധാനം ഒഴുകും, നിങ്ങളുടെ വീട്ടിൽ സമൃദ്ധി ഒഴുകും. ഒഴുകുന്നത് നദി പോലെ ഒഴുകും, നദി പോലെ ഒഴുകും. ഒരു സമൃദ്ധി, അനുഗ്രഹം വരുന്ന വഴി അവനെ കേൾക്കുന്ന വഴിയാ. നിങ്ങൾ എന്റെ ഒപ്പം എത്തിയോ? കുറച്ചും കൂടെ ഉള്ളിലേക്ക് ഇറങ്ങട്ടെ. ഒരു നല്ല ഹല്ലേലൂയ പറയാമോ? സങ്കീർത്തനം പറയുവാ 32:8, ഞാൻ നിന്നെ ഉപദേശിച്ച് നടക്കേണ്ടുന്ന വഴി നിനക്ക് കാണിച്ചു തരും, ഞാൻ നിന്റെ മേൽ ദൃഷ്ടി വെച്ച് നിനക്ക് ആലോചന പറഞ്ഞു തരും. ഞാൻ ഇംഗ്ലീഷ് വേർഷൻ വായിക്കട്ടെ. ഐ വിൽ ഇൻസ്ട്രക്ട് യു, ടീച്ച് യു ആൻഡ് ടീച്ച് യു ഇൻ ദ വേ യു ഷുഡ് ഗോ. നീ പോകേണ്ടുന്ന വഴി പറഞ്ഞു തരും. അതെങ്ങനെയാ പോകേണ്ടുന്ന വഴി കർത്താവ് പറഞ്ഞു തരുന്നത്? ഞാൻ ഈ പറയുന്നത് വിവാദം ഉണ്ടാക്കുന്നവർക്ക് ഉണ്ടാക്കാം, പക്ഷേ വിവാദം ഉണ്ടാക്കാതെ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഈ ബൈബിളിലെ വാക്യങ്ങൾക്ക്, എല്ലാ ബൈബിളിലെ വാക്യങ്ങൾക്ക് മാത്രം ചിലത് നമ്മളെ നടത്താൻ പറ്റത്തില്ല. വിവാദം ഉണ്ടാവുന്ന വാചകമാണ്. പക്ഷെ ശ്രദ്ധിച്ച് കേട്ടാലേ ഇതിൻ്റെ അർത്ഥം ഞാൻ പറഞ്ഞു മനസ്സിലാവുള്ളൂ. ഒരു സിസ്റ്ററെ ഞാൻ നോക്കി, ആ സിസ്റ്ററിന് മേലുള്ള ഭൂതം ഏതാന്ന് ബൈബിളിന് പറഞ്ഞുതരാൻ ഒക്കത്തില്ല. പറ്റുമോ തോളി? ഞാൻ എൻ്റെ മുമ്പിൽ 2 ജോലി വന്നു, ആ ജോലിയിൽ ഏതാ തെരഞ്ഞെടുക്കേണ്ടതെന്ന് ബൈബിളിന് പറഞ്ഞുതരാൻ ഒക്കത്തില്ല. എന്റെ ഉള്ളിലുള്ള ഡിസേൺമെന്റാ പറഞ്ഞു തരേണ്ടത്, ബോധ്യവാ, ആത്മാവാ പറഞ്ഞു തരേണ്ടത്. 2 നല്ല സുന്ദരക്കുട്ടന്മാര് ചെറുക്കന്മാര് വന്നു, ഏത് ചെറുക്കനെ തെരഞ്ഞെടുക്കണം എന്ന് അറിയാൻ വയ്യ. അത് ബൈബിളിന് പറഞ്ഞുതരാൻ ഒക്കത്തില്ല. നിങ്ങളെന്താ മിണ്ടാത്തേ? ആണെന്നോ? അതിനാര് വേണം നിങ്ങളെ? അതിന് വേണ്ടത് ഞാൻ നിങ്ങളെ, കണ്ടോ അവിടെ എഴുതിയിരിക്കുന്നുണ്ടോ, ഞാൻ നിന്നെ ഉപദേശിക്കും, എങ്ങോട്ടാ പോകേണ്ടത് ഞാൻ പറഞ്ഞു തരുമെന്ന്. നിങ്ങളെന്റെ കൂടെ എത്തിയെങ്കിൽ ഒരു നല്ല ഹല്ലേലൂയ പറ. നിങ്ങൾ ആരെങ്കിലും അങ്ങനെ ഒരു നടപ്പിലേക്ക് വരണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടോ? അതിന് നിങ്ങൾക്ക് വേണ്ടത് സ്വപ്നങ്ങൾ, ദർശനങ്ങൾ എന്നിവയാണ്. നിങ്ങളുടെ പുറകിൽ നിന്നൊരു ശബ്ദം കേൾക്കും, ഇതാണ് വഴി, ഈ ഇടത്തോട്ട വലത്തോട്ട, നീ തിരിയാൻ പറയും. ആരെങ്കിലും എന്നെ റിസീവ് ചെയ്യുന്നവരുണ്ടെങ്കിൽ റിസീവ് ചെയ്തോ. ഈ പകൽ ചിലരെ അതിലേക്ക് കയറുകയോ. ആ ശബ്ദത്തിനനുസരിച്ചാണ് ഓരോ വ്യക്തികളുമായിരിക്കുന്നതെങ്കിൽ നദി പോലെ അനുഗ്രഹം നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ ഒഴുകുവാനായി തുടങ്ങും. അത് നദി പോലെ എന്ന് എഴുതിയിരിക്കുന്നത്, അത് ഒഴുകിക്കൊണ്ടേയിരിക്കും, അത് സ്റ്റോപ്പാകത്തില്ല. ഹല്ലേലൂയ. ആ വിധത്തിലുള്ള ബ്ലെസ്സിങ്ങിലേക്കാണ് കർത്താവ് നമ്മളെ വിളിച്ചത്. അങ്ങനെ ഒരു ട്രെയിനിങ്ങിലും അല്ലെങ്കിൽ അങ്ങനെ ദൈവം അഭ്യസിപ്പിക്കുന്ന വിധത്തിൽ നിങ്ങൾ പണിയപ്പെടുന്നുവെങ്കിൽ നിങ്ങളെ തടയുവാൻ ഒരു ഇരുട്ടിൻ്റെ ശക്തിക്കും കഴിയത്തില്ല. ജയത്തോടെ അനുഗ്രഹത്തിലായിരുന്നാട്ടെ. നമുക്കിനി ചില സാക്ഷ്യങ്ങൾ കാണാം. ബ്രദർ, ഈ സഹോദരൻ്റെ പേര് പ്രസാദ് എന്നാണ്, വിളക്കുപാറയിൽ നിന്ന് വരുന്നു. സഹോദരൻ പറയുന്നത് ബിസിനസ് വളർച്ചയ്ക്ക് വേണ്ടി പ്രാർത്ഥന ആവശ്യപ്പെട്ടിരുന്നു.
സഹോദരൻ പറയുന്നത് കോവിഡ് കാലഘട്ടത്തിന് മുമ്പിട്ട് ഈ സഹോദരൻ ചെയ്യുന്ന ബിസിനസ്സിൽ സാധനം സപ്ലൈ ചെയ്യുന്ന ആ കമ്പനിക്ക് പൈസ കറക്റ്റിന് കൊടുത്തിരുന്നു. എന്നാൽ കോവിഡ് കാലഘട്ടത്തിന് ശേഷം പൈസ കൊടുക്കുന്നതിന് കുറച്ച് സമയം വേണമെന്ന് അദ്ദേഹത്തോട് ചോദിച്ചപ്പോൾ അദ്ദേഹം അതിന് സമ്മതിച്ചില്ല. ഈ വിഷയം ജോൺ ബ്രദറിനെ വിളിക്കുകയും ഫോണിൽ വിളിച്ച് സംസാരിക്കുകയും ചെയ്തു. പ്രസാദ് പറയുന്നത് ഫോണിൽ വിളിച്ച് സംസാരിച്ചു. ബ്രദർ പ്രാർത്ഥിച്ച ഉടൻ തന്നെ ആ കമ്പനിയിൽ നിന്ന് ഫോൺ വന്നു, നിങ്ങൾക്ക് എന്ത് സഹായം വേണമെങ്കിലും ചെയ്തു തരാമെന്ന് എല്ലാ സഹായം ചെയ്തു. കഴിഞ്ഞ ആഴ്ച അല്ലേ ബ്രദർ എന്നെ വിളിച്ച് പറഞ്ഞെന്ന് തോന്നുന്നു അല്ലേ? ഓക്കെ, എനിക്ക് തോന്നുന്നു അദ്ദേഹം എന്നെ ഫോണിൽ വിളിച്ച് എങ്ങനെയായിരുന്നു, ചെറിയൊരു കാറ്റ് പോലെ ഉണ്ട്. വർഷങ്ങളോളം അവരെ കയ്യിൽ നിന്നാണ് സാധനം എടുത്തോണ്ടിരുന്നത്. ഈ കൊറോണയ്ക്ക് ശേഷം സ്വല്പം മാന്ദ്യം വന്നത് കാരണം അവർ ഞാൻ പറഞ്ഞു 10 days എങ്കിലും എനിക്ക് ക്രെഡിറ്റ് തരണമെന്ന് പറഞ്ഞു. അവർ പറഞ്ഞു പ്രസാദ് പറ്റത്തില്ല, ക്രെഡിറ്റ് കറക്റ്റ് ക്യാഷ് കൊടുക്കുമെങ്കിൽ മാത്രമേ അയച്ചു തരത്തുള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ ആ ഒരു വിഷമം അതാ ഞാൻ ബ്രദറിനെ വിളിച്ച് പറഞ്ഞു. ബ്രദർ വിളിച്ചുകൊണ്ടിരുന്ന ആ സമയത്ത് ആ ഫോണിൽ തന്നെ അന്നേരം തന്നെ കോള് വന്നു, നിനക്ക് എന്താ വിഷമം, എന്താ പ്രശ്നം? അന്നേരം തന്നെ പറഞ്ഞു, എനിക്ക് എത്ര ബിസിനസ് ചെയ്യാവോ ചെയ്തോ, കുഴപ്പമില്ല, ഞാൻ സഹായിക്കാം. ഒന്ന് കൈയടിച്ച് കർത്താവിനെ സ്തുതിച്ചേ. നമ്മുടെ ദൈവം അത്ഭുതവാനാണ്. നിങ്ങൾ ഈ പ്രസാദ് പറഞ്ഞ ഇപ്പൊ കണ്ടോണം, കുറച്ച് കഴിയുമ്പോൾ നിങ്ങൾക്ക് ഇദ്ദേഹത്തെ കാണാൻ പറ്റുമെന്ന് എനിക്ക് അറിയത്തില്ല. ആ വിധത്തിൽ ഇദ്ദേഹത്തെ സമ്പന്നനാക്കാൻ പോവാ ദൈവം. ഒന്ന് കൈയടിച്ച് കർത്താവിന്. ഇദ്ദേഹത്തിന് വിളക്കുപാറയിലെ സ്വന്തമായ ഒരു കുഞ്ഞ് ഉരുണ്ടുരുണ്ട് പോവുകയാണ്. പക്ഷെ ഇദ്ദേഹത്തിന്റെ സാമ്പത്തിക കാര്യങ്ങൾ നോക്കുവാൻ ഇദ്ദേഹത്തിനൊരു സെക്രട്ടറി ഉണ്ടാകുന്ന വിധത്തിലേക്ക് കാര്യങ്ങൾ തിരിയും. ഇത് അഞ്ചർ ചർച്ചിലെ ബിലീവറാണ്. നാളെ നമ്മൾ കാണേണ്ടവരാണ്. ഇത് സംഭവിക്കാൻ പോവുക. ഒന്ന് കൈയടിച്ച് കർത്താവിനെ സ്തുതിച്ചു. ബ്രദറെ, ഈ ബ്രദറിന്റെ കർത്താവ് ചെയ്ത വലിയ ഒരു വിടുതലിനെയാണ് സാക്ഷ്യപ്പെടുത്തുന്നത്. ഈ ബ്രദറിന്റെ പേര് ഷിജു എന്നാണ്. കുടപ്പനക്കുന്ന് എന്ന സ്ഥലത്ത് നിന്നാണ് വരുന്നത്. ഞങ്ങളുടെ ചർച്ചിലെ ഒരു ലീഡറാണ്. ബ്രദറിന് വയറിൻ്റെ മധ്യഭാഗത്ത് ഇടതുവശത്ത് നിന്ന് താഴേക്ക് വലിച്ചിൽ പോലെ ഭയങ്കരമായ വേദന ഉണ്ടായി. എന്നാൽ ഈ ചർച്ചിൻ്റെ ഹാൻഡ് വാഷ് ഏരിയയിൽ വെച്ച് ബ്രദറിനോട് പറഞ്ഞ് പ്രാർത്ഥിച്ചു. ബ്രദർ അപ്പോൾ തന്നെ തൊട്ട് പ്രാർത്ഥിച്ചു. ബ്രദർ പറയുന്നത് ഒരാഴ്ചയായി നീണ്ടു നിന്ന വേദന ഒരു നിമിഷം കൊണ്ട് കർത്താവ് സൗഖ്യമാക്കിയെന്ന്. യേശു ചെയ്ത മഹത്വത്തിനായി എനിക്കൊന്ന് ഞാൻ ആഹാരം കഴിക്കാൻ കൈ ഒഴിയാൻ പോയ സമയത്ത് അദ്ദേഹം ഒന്ന് പ്രാർത്ഥിച്ചു. കർത്താവ് ചെയ്ത നന്മയ്ക്ക് നന്ദി. മിറക്കിൾ സൺഡേ അഞ്ചലിലും പാറശാലയിലും ജൂലൈ 21 രാവിലെ 8:30 മുതൽ ജീസസ് വേൾഡ് വർഷിപ്പ് സെന്റർ അഞ്ചൽ, വൈകുന്നേരം 4:30 മുതൽ ഷീല കല്യാണ മണ്ഡപം പാറശാല. TV പ്രേക്ഷക സംഗമം കട്ടപ്പനയിൽ ജൂലൈ 24 രാവിലെ 10:30 മുതൽ. സ്ഥലം കട്ടപ്പന മുനിസിപ്പൽ ടൗൺ ഹാൾ, ഐശ്വര്യ തിയേറ്ററിന് സമീപം. TV പ്രേക്ഷക സംഗമം തൃശൂരിൽ ജൂലൈ 25 രാവിലെ 10:30 മുതൽ. സ്ഥലം ടൗൺ ഹാൾ, തൃശൂർ. മിറക്കിൾ സൺഡേ തിരുവനന്തപുരത്ത് ജൂലൈ 28 രാവിലെ 11 മണി മുതൽ. സ്ഥലം AJ ഹാൾ, കുമാരപുരം. അനുഗ്രഹിക്കപ്പെട്ട ഈ നല്ല സാക്ഷ്യങ്ങൾക്കായി ദൈവത്തെ സ്തുതിക്കാം. അപ്പം അതിനോടൊപ്പം ആയിരിക്കുന്ന ഓരോ കുടുംബങ്ങളെയും അവിടുത്തെ കരങ്ങളിൽ ഏൽപ്പിക്കുന്ന കർത്താവെ, ഇവരെല്ലാം ദൈവിക അനുഭവങ്ങളിലും ദൈവിക നന്മയിലും നിറവിലുമൊക്കെ ആയിരിക്കട്ടെ. അപ്പോൾ യേശുവെ, പരിശുദ്ധാത്മാവ് കൈപിടിച്ച് നടത്തുന്ന അനുഭവം ഇവരുടെ ജീവിതത്തിലുണ്ടാകട്ടെ. കർത്താവെ, പലപ്പോഴും അതിനെ ഇഗ്നോർ ചെയ്തുവെങ്കിൽ കർത്താവെ, ഇനിയുള്ള ദിവസങ്ങളിൽ ദൈവത്തെ കേൾക്കുവാൻ തക്കോണം കർത്താവെ സഹായിക്കുന്നതോർത്ത് നന്ദി പറയുന്നു, സഹായിക്കുന്നതോർത്ത് നന്ദി പറയുന്നു. ഹല്ലേലൂയ. മോഡലിംഗ് രംഗത്തായിരിക്കുന്ന ഒരു വ്യക്തിയെ കർത്താവ് തൊടുകയാണ്. മോഡലിംഗ് രംഗത്തായിരിക്കുന്ന ഒരു വ്യക്തിയെ കർത്താവ് തൊടുകയാണ്. ആ വ്യക്തിയോട് കർത്താവ് ചിലത് സംസാരിക്കുന്നുണ്ട്, പക്ഷേ പലപ്പോഴും അതിനെ ഇഗ്നോർ ചെയ്യുകയാണ്. കർത്താവ് പറയുകയാണ്, നിൻ്റെ അനുഗ്രഹം നദി പോലെ നിൻ്റെ ജീവിതത്തിൽ വരേണ്ടതാണ്. കർത്താവിനോടൊപ്പമായിരുന്നാട്ടെ, കർത്താവിനോടൊപ്പമായിരുന്നാട്ടെ. വറ്റിപ്പോകാത്ത അല്ലെങ്കിൽ ഒഴുക്ക് നിൽക്കാത്തൊരു നദി പോലെ. കർത്താവ്, ഈ കുടുംബങ്ങളെ അനുഗ്രഹിക്കുന്നു കർത്താവെ, ഈ കുടുംബങ്ങളെ അനുഗ്രഹിക്കുന്നു കർത്താവെ, എന്നോടൊപ്പമായിരിക്കുന്ന കുടുംബങ്ങളെ അനുഗ്രഹിക്കുന്നു കർത്താവെ. താങ്ക് യു ജീസസ്, താങ്ക് യു ജീസസ്, താങ്ക് യു ജീസസ്. അതേപോലെ തന്നെ തുണിയുടെ ബിസിനസ്സുമായി ബന്ധപ്പെട്ടായിരിക്കുന്ന ഒരു വ്യക്തിയോട് കർത്താവ് സംസാരിക്കുന്നു. ഒരു പക്ഷേ ആ വ്യക്തി അങ്ങനെ ഒരു ഷോപ്പിലായിരിക്കാം ജോലി ചെയ്യുന്നത്, അല്ലെങ്കിൽ ഏത് വിധത്തിലാണെങ്കിലും ആ വ്യക്തിയോട് കർത്താവ് സംസാരിക്കുകയാണ്. തുണി എന്ന ബിസിനസ്സുമായി ബന്ധപ്പെട്ട് ആയിരിക്കുന്ന ഒരു വ്യക്തിയെ കർത്താവ് തൊടുകയാണ്. തൻ്റെ ലൈഫിൽ ചില കാര്യങ്ങളോട് കർത്താവ് റെസ്ട്രിക്ഷൻ പറയുന്നു. ഹല്ലേലൂയ.
താങ്ക് യു ജീസസ്. കർത്താവെ, ആ വ്യക്തിയുടെ മേൽ നിൻ്റെ കൃപ ചലിക്കട്ടെ അപ്പാ, നിൻ്റെ കൃപ ചലിക്കട്ടെ അപ്പാ, നിൻ്റെ കൃപ ചലിക്കട്ടെ അപ്പാ. കർത്താവെ, ശരിയായ വിധത്തിൽ അഭ്യസിപ്പിക്കുന്ന പരിശുദ്ധാത്മാവിൻ്റെ പ്രവൃത്തിക്കായി നന്ദി പറയുന്നു കർത്താവെ, നന്ദി പറയുന്നു കർത്താവെ. എന്നെ കാണുന്ന കുടുംബങ്ങളെ അനുഗ്രഹിക്കുന്നു കർത്താവെ. പ്രത്യേകിച്ച് രോഗികളായിരിക്കുന്നവർക്കായി പ്രാർത്ഥിക്കുന്നു. എന്നോടൊപ്പം കർത്താവെ വേദനയോടെ ആയിരിക്കുന്ന ഓരോ കുടുംബങ്ങളെയും അവിടുത്തെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു കർത്താവെ. ശരീരത്തിൽ നീര് വന്നിട്ട് ഒന്നും ചെയ്യാൻ കഴിയാത്ത സ്ഥിതിയിലായിരിക്കുന്ന, അതേപോലെ തന്നെ ആർത്രൈറ്റിസും തന്നെ ശരീരത്തിലുണ്ട് കർത്താവെ, ആ വ്യക്തിയെ തൊടുകയാണ്. യേശുവേ, നിൻ്റെ കൃപയ്ക്കായി നന്ദി പറയുന്നു. പരിശുദ്ധാത്മാവിൻ്റെ ശക്തി ആ വ്യക്തിയെ തൊടുകയാണ്. ഇന്ന് രാത്രികാലം ആ വ്യക്തി സൗഖ്യമാണ് കർത്താവെ. അവിടുന്ന് ചെയ്യുന്ന കൃപയ്ക്കായി നന്ദി പറയുന്നു. ഈ കുടുംബങ്ങളിൽ പകരുന്ന ദൈവിക അനുഭവങ്ങൾക്കായി സ്തോത്രം ചെയ്യുന്നു. സ്വർഗീയ പിതാവേ, അവിടുന്ന് ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ.